നമ്മുടെ കപ്പ് വരുന്നുണ്ട്. കപ്പ് കണ്ണൂര്, നമ്മുടെ കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ ആവേശത്തോടെ കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നും സ്വന്തമാക്കിയ കപ്പ്. കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ പോരാളികൾ ഇവിടെ നിന്ന് ഓടുന്നു. മുത്തോട്ടില്ല ആരെല്ലാം ഒന്ന് കണ്ടോ? കപ്പ് കേരള വിഷനിൽ, കപ്പ് കേരള വിഷനിൽ നമ്മുടെ കണ്ണൂരിന്റെ രമേശ് മാഷുണ്ട്. മാഷേ, ഞങ്ങളിത് കഴിഞ്ഞ കുറെ പ്രാവശ്യമായി പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. അത് ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിച്ചു. എല്ലാ അധ്യാപകരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരിച്ചു പിടിച്ചു. ഞങ്ങൾ ടീമിനേറെ സഹിച്ചു. അതെ, ഒരു മിനിറ്റ്. അതെ, കപ്പ് കപ്പ് പിച്ചേട്ടന്റെ തല നോക്കണം. ഓക്കെ, എനിക്ക് ഈ കപ്പിന്റെ മാഷോട് വരുന്നതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, മമ്മൂക്കാടെ കൂടെ സെൽഫി എടുത്ത അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സെൽഫി എടുത്തല്ലോ, ഭയങ്കര സന്തോഷം. സെൽഫി എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നോക്കുമ്പോ സെൽഫി എടുക്കുമ്പോ മമ്മൂട്ടി പോസ് ചെയ്ത് നിന്നു. അപ്പൊ പിന്നെ ഒരു സെൽഫി എടുത്തു. ഭയങ്കര സന്തോഷമായി സെൽഫി എടുക്കാൻ പറ്റിയപ്പോ. അല്ല, എല്ലാ ടീമിലെ, കണ്ണൂർ ജില്ലയുടെ ടീമിലെ എല്ലാരും കപ്പിലേക്ക് നോക്കിയിരുന്നപ്പോ ഇയാള് നോക്കിയത് മമ്മൂക്കാടെ മുഖത്തേക്കാണ്. ഞാൻ ഇവിടുന്ന് എല്ലാം കണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെ കപ്പ് മമ്മൂട്ടി ഒരുപോലെയാ. അതെന്താ കപ്പിന് മീശേണ്ടാടി ഉണ്ടോ? കപ്പ് പിന്നെ നമുക്ക് തന്നെയാ, നമുക്കറിയാം. മമ്മൂട്ടിനെ പിന്നെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. കപ്പ് നമുക്ക് കിട്ടി. കപ്പും മുത്താണ്, മമ്മൂട്ടി മുത്താണ്. അതെ, അതാണ്. പിന്നെ എന്തായാലും മാഷെ, എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണൂരിന്റെ ഈ ഒരു പ്രകടനം? എങ്ങനെയാണ്? എല്ലാ കുട്ടികളും വളരെ സജീവമായി ഇതിൽ പങ്കെടുത്തു. നല്ല മത്സരം കാഴ്ചവെച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കോഴിക്കോട് ജില്ലക്കാരും പൊരുതി. പക്ഷെ വളരെ ചെറിയ പോയിന്റാണ് നമുക്ക് വിജയിച്ചത്. ആ വിജയം ഞങ്ങൾ ആഘോഷിക്കും എന്തായാലും. കാരണം വളരെ നിർണായക വിജയമാണ്. കുറെ വർഷങ്ങളായിട്ട് 23 വർഷത്തിന് ശേഷം 23 വർഷം തിരിച്ചു പിടിക്കുകയാണ്. ഇത് നിലനിർത്തും എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോ വാഗ്ദാനം ചെയ്യാനുള്ളത്. ഇത് നമ്മൾ കണ്ണൂരുകാരുടെ വിജയമാണ്. ചേട്ടാ മുന്നോട്ട് വന്നു. ഹലോ, അതെ, കണ്ണൂരിലെ നോക്കുന്നത്. അതെ, അതെ, എല്ലാരും കപ്പിന്റെ കൂടെ. കപ്പാണ് ജീവൻ. എല്ലാരും കപ്പിന്റെ ആവേശമാണ് കപ്പ്. നമുക്കിരിക്കാം കപ്പിന്റെ കൂടെ. ഇതാണ് ഈ കപ്പിൽ. ഇതെന്നെ അടുത്ത വർഷം നമ്മൾ നിലനിർത്തൂലേ? അടുത്ത വർഷം നമ്മളെന്നെ കൊണ്ടുപോകും. തിരിച്ചു കൊടുക്കില്ല, ഒരു കാരണവശാലും എനിക്ക് തിരിച്ചു കൊടുക്കൂല. കാരണം ഇത് കുറെ കാലമായി നമ്മളെ കയ്യിൽ നിന്ന് പോയത്. പലപ്പോഴും 1-2 പോയിന്റാണ് നഷ്ടപ്പെട്ടത്. ഇനി തിരിച്ചു കൊടുക്കുന്ന വിഷയമില്ല. ഇത് കണ്ണൂർക്കാർ നിലനിർത്തും. അതെ, അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന മറ്റു ജില്ലക്കാർ ഈ കപ്പ് തട്ടിയെടുക്കാനുള്ള ശ്രമം അടുത്ത കലോത്സവം മുതൽ തുടങ്ങണം. അടുത്ത കലോത്സവത്തിൽ അപ്പോ എന്താ ചോദിക്കാൻ? ഈ കൊല്ലം നിങ്ങൾക്ക് ഈ കപ്പ് സമ്മാനിച്ചു, എന്താ പറയാനുള്ള കൊല്ലത്തെ കുറിച്ച്? കൊല്ലത്തെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ്. കൊല്ലത്തെ ആൾക്കാർ പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഒരു ലക്ക് ഉള്ളതാണല്ലോ. കൊല്ലത്തിന്റെ ഒരു ലക്ക് കൊണ്ടാണെന്ന് പറയാം കണ്ണൂരിന് കപ്പ് കിട്ടിയത്. കൊല്ലം പൊളിയാണ് അല്ലേ? കൊല്ലം പൊളിയാന്ന്. അതെ, ഇനിയിപ്പോ കണ്ണൂർ പോയാൽ അവിടെ സ്വീകരണമില്ലേ? എങ്ങനെയാണ്? നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് കഷ്ടം. ഞാൻ 3 ഐറ്റത്തിനാണ് ഇവിടെ വന്നത്. 3 ഐറ്റത്തിനാണ് കെ ഗ്രേഡ് കിട്ടി. 15 പോയിന്റ് കണ്ണൂർ ജില്ലക്ക് എനിക്ക് നൽകാൻ പറ്റിയത് ഭയങ്കരധികം സന്തോഷമുണ്ട്. എന്താ പേരെന്താ? ജ്യോതിക പ്രകാശ്. എവിടെയാ? കണ്ണൂര്. കണ്ണൂർ എവിടെയാ? കണ്ണൂര് ചെമ്മലോട് സ്കൂളിൽ പഠിക്കുന്നതാണ്. അടിപൊളി. അപ്പൊ ജ്യോതിക 15 പോയിന്റാണ് ജില്ലയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തത്. അതുപോലെ ഈ എല്ലാ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും ഉണ്ട് അല്ലേ? മെഡലൊക്കെ നേടിയ റിയ ബാബു ഒക്കെ ഇല്ലല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. എന്തായാലും ഇത് പൊളി വൈബ്. ഇന്ന് രാത്രി നമ്മൾ ആഘോഷിക്കും. റിയാസ് മിക്കാറ് ഈ കപ്പിന്റെ കൂടെ പോവേ. കണ്ണൂർകാരൻ കോഴിക്കോട്ട് വർക്ക് ചെയ്യുന്നു, കണ്ണൂരിന് വേണ്ടി കപ്പടിച്ചു. ഓക്കെ, ഓക്കെ, വളരെ നന്ദി. കപ്പിന് നമ്മൾ യാത്ര കൊടുക്കുകയാണ്. എല്ലാവരും ടാറ്റാ 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 ടാറ്റാ. കണ്ണൂർ വണ്ടിക്ക് കയറി പോവുകയാണ്. സ്റ്റേജിൽ പോവുകയാണ്. മൊത്തം